ശിവഗീത 4-ാം അധ്യായത്തിലെ അവസാന ഭാഗത്തേക്കാണ് നാം പ്രവേശിക്കുന്നത്. രാമചന്ദ്രൻ ഗണപതിയെ കണ്ട ശേഷം വടക്ക് ഭാഗത്തേക്ക് നോക്കിയപ്പോൾ അവിടെ മയിലിൻ്റെ പുറത്ത് ആറുമുഖനായ സുബ്രഹ്മണ്യ ഭഗവാൻ, സേനാപതിയായ കാർത്തികേയൻ അവിടെ പ്രസന്നവദനായി നിൽക്കുന്നത് ശ്രീരാമചന്ദ്രൻ കണ്ടു. ദേവസേനാപതിയായ സുബ്രഹ്മണ്യനെ ശ്രീരാമചന്ദ്രൻ ദർശിച്ചപ്പോൾ വളരെയേറെ സന്തോഷവും അതിലേറെ ആനന്ദവും ശ്രീരാമചന്ദ്രന് അനുഭവപ്പെട്ടു. സുബ്രഹ്മണ്യ ഭഗവാൻ ദേവസേനാപതിയാണ്. ദേവസേനാപതിയായ സുബ്രഹ്മണ്യൻ്റെ കയ്യിൽ ശക്തിവേൽ കുടികൊള്ളുന്നു. ആ ശക്തിവേൽ കണ്ടപ്പോൾ തന്നെ രാമചന്ദ്രന് എന്തെന്നില്ലാത്ത ഒരു സംതൃപ്തി ലഭിക്കുകയുണ്ടായി. ശക്തിയുടെ ആയുധമായ വേലാണ് സുബ്രഹ്മണ്യ ഭഗവാന്റെ കയ്യിലിരിക്കുന്നത്. മയിലിൻ്റെ പുറത്ത് ആറുമുഖനായ സുബ്രഹ്മണ്യനെയാണ് ശ്രീരാമചന്ദ്രൻ കണ്ടത്. ഈ ആറുമുഖവും അതേപോലെ സുബ്രഹ്മണ്യൻ്റെ ജനനത്തെക്കുറിച്ചിട്ടും സ്കന്ദപുരാണത്തിൽ ചില പരാമർശങ്ങൾ നമുക്ക് കാണാം. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളിലേക്ക് നോക്കാം. ശിവൻ്റെ രേതസ് സ്ഖലിച്ചപ്പോൾ അത് അഗ്നി കൈക്കൊണ്ടു. അഗ്നി അത് ഗംഗയ്ക്ക് നൽകി. ഗംഗ അത് ബ്രഹ്മാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് ശരവണക്കാട്ടിൽ നിക്ഷേപിച്ചു. അവിടെ ഒരാൺകുട്ടി പിറന്നു. അതുവഴി വന്ന 6 മാതാക്കൾ, കൃത്തികകൾ എന്നു പേരുള്ള 6 മാതാക്കൾ കുഞ്ഞിന് മുല കൊടുത്തു. അഗ്നി ആ കുട്ടിയെ ശിവൻ്റെ സമീപത്ത് എത്തിച്ചു. ത്രിമൂർത്തികൾ അവനെ ദേവസേനാപതിയായി അഭിഷേകിച്ചു. ഓരോ ദേവന്മാരും പാർഷദന്മാരെ നൽകി. അതിനുശേഷം താരകനുമായുണ്ടായ യുദ്ധത്തിൽ താരകനെ വധിച്ചു. സ്കന്ദൻ, കാർത്തികേയൻ, കുമാരൻ, ഗണേശൻ എന്നിങ്ങനെയുള്ള അനേകം പേരുകളിൽ സുബ്രഹ്മണ്യ ഭഗവാൻ കീർത്തിക്കപ്പെടുന്നു. സുബ്രഹ്മണ്യനെ തമിഴകത്തെ പ്രധാന ദൈവമായിട്ടാണ് തമിഴ് ജനത, പ്രത്യേകം ദ്രാവിഡ ജനത കരുതി വരുന്നത്. സുബ്രഹ്മണ്യൻ വളരെ പ്രധാനപ്പെട്ട ശക്തിയുടെ ദേവനായി, ശക്തിവേൽ ധരിച്ച ദേവനായിട്ടാണ് ദ്രാവിഡ ജനത പണ്ട് മുതലേ സുബ്രഹ്മണ്യ ഭഗവാനെ ആരാധിച്ചു പോകുന്നത്. തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ സുബ്രഹ്മണ്യനെ ആരാധിക്കുന്നത്. ആറുപട വീട് വളരെ പ്രശസ്തമാണ്. സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളെല്ലാം തന്നെ തമിഴകത്തെ വളരെ വളരെ ശ്രദ്ധേയമായ ക്ഷേത്രങ്ങളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പഴനിയാണ്. പഴനിയിലെ ആ നവപാഷാണം കൊണ്ടുണ്ടാക്കിയ ആ സുബ്രഹ്മണ്യ വിഗ്രഹത്തെ സൃഷ്ടിച്ചതും പ്രതിഷ്ഠിച്ചതും ഭോഗർ എന്ന മഹാസിദ്ധനാണ്. ഭോഗരുടെ ശിഷ്യനാണ് മഹാവതാർ ബാബാജി എന്ന് പറയുന്നു. ഇവരെല്ലാം തന്നെ ദ്രാവിഡ ദേശത്ത് വളരെയേറെ മാറ്റങ്ങൾ, ദ്രാവിഡ ദേശം മാത്രമല്ല ഭാരതമൊട്ടാകെ തന്നെ ഒട്ടേറെ ആത്മീയ പരിവർത്തനങ്ങൾ വരുത്തിയവരാണ്. ഇതിൽ ഭോഗരുടെ ശിഷ്യനായ
മഹാവതാർ ബാബാജി ഇന്നും ഹിമാലയത്തിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് പറയുന്നത്. തമിഴകത്ത് തമിഴ് സാഹിത്യത്തിൽ നിറയെ സുബ്രഹ്മണ്യനെക്കുറിച്ചുള്ള മഹാകീർത്തനങ്ങൾ നിറഞ്ഞതാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്കന്ദഷഷ്ടി കവചമാണ്. ഈ അടുത്ത കാലത്ത് മധുരയിൽ മുരുക സമ്മേളനം കൂടി. ആ മുരുക സമ്മേളനത്തോടനുബന്ധിച്ച് ഇന്ന് തമിഴകത്തും കേരളത്തിലും സ്കന്ദഷഷ്ടി കവചം വളരെയേറെ പേർ പാരായണം ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. സ്കന്ദഷഷ്ടി കവചം തമിഴ് ജനത പണ്ടേ നെഞ്ചേറ്റിലാളിച്ചതാണ്. ഇപ്പോൾ അത് കേരളത്തിലെ ജനങ്ങളും സ്കന്ദഷഷ്ടി കവചം ഹൃദയത്തിൽ വച്ച് ആവാഹിക്കുന്നു. ഇതേപോലെ തന്നെ ശ്രദ്ധേയമാണ് അരുണഗിരിനാഥൻ്റെ സ്കന്ദരനുഭൂതി. സ്കന്ദരനുഭൂതിയിലെ 40ാമത്തെ ശ്ലോകത്തിലെ ആദ്യത്തെ വരി ശരിക്കും ആഗമമൊഴിയാണ്. വിനയോട വിടും കതിർവേൽ മറവേൻ എന്നാണ് ആ ആഗമമൊഴി അരുണഗിരിനാഥർ സ്കന്ദരനുഭൂതിയെ ചിത്രീകരിക്കുന്നത്. ഇത് വേദമന്ത്രമായി തന്നെ ഇന്നും പലരും ധ്യാനിക്കാറുണ്ട്. വിനയോട വിടും കതിർവേൽ മറവൻ, എൻ്റെ എല്ലാ വിനകളെയും എൻ്റെ എല്ലാ കർമ്മവിനകളെയും ഇല്ലാതാക്കുന്ന ആ വേലിനെ, ആ ഭഗവാന്റെ, സുബ്രഹ്മണ്യ ഭഗവാന്റെ ശക്തി വേലിനെ ഞാൻ ഒരിക്കലും മറക്കില്ല എന്നാണ് എൻ്റെ വാച്യമായ അർത്ഥം. പിന്നെ അതിലെ ഓരോ അക്ഷരങ്ങളും ബീജാക്ഷരങ്ങൾക്ക് സമാനമാണ്. അതുകൊണ്ടാണ് ആഗമമൊഴി എന്ന് വിശേഷിപ്പിച്ചത്. ഈ ആഗമമൊഴിയെ ധ്യാനിക്കുന്ന ഒട്ടേറെ കാർത്തികേയ ഭക്തന്മാർ ഇന്ന് തമിഴകത്തും അതേപോലെ കേരളത്തിലും ഉണ്ട് എന്ന കാര്യം മറക്കരുത്. ഇന്ന് തമിഴകമാകെ ഒരു മുരുകയുഗത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. തമിഴകം മാത്രമല്ല, ഭാരതഭൂമിയും മുരുകയുഗത്തിൻ്റെ ആരംഭത്തിലാണ് എന്നാണ് ആത്മീയ ശക്തിയുള്ള ആചാര്യന്മാർ പറയുന്നത്. അപ്പോൾ മുരുകൻ എന്നുള്ളത് ഇന്ന് ആധുനിക കാലത്തെ ഭാരതത്തിൻ്റെ ശക്തിദേവനായിട്ട് ആരാധിക്കപ്പെടുന്ന കാഴ്ചയാണ് നാം ഇവിടെ കാണുന്നത്. ശ്രീരാമചന്ദ്രൻ മുരുകനെ വന്ദിച്ചതിന് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഒരുപാട് ദിവ്യാത്മാക്കൾ നിൽക്കുന്നതായിട്ട് കണ്ടു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ വിഷ്ണു ഭഗവാനാണ്. വിഷ്ണു ഭഗവാന്റെ ദർശനം ശ്രീരാമചന്ദ്രന് ലഭിച്ചു. ചക്രം, ശംഖ്, ഗദ, വാൾ എന്നിവ കൈകളിൽ പിടിച്ച് ഇരുണ്ട നീല നിറമുള്ള മഹാവിഷ്ണു തൻ്റെ പത്നിയായ ലക്ഷ്മിയോടൊത്ത് ഗരുഡൻ്റെ പുറത്ത് അവിടെ നിന്ന് രുദ്രസൂക്തങ്ങൾ ആലപിക്കുന്നത് ശ്രീരാമചന്ദ്രൻ കേട്ടു. അതുപോലെ ദിവ്യരായ നിരവധി മുനിമാർ അവിടെ ത്രയംബകം ജപിക്കുന്നതും ശ്രീരാമചന്ദ്രൻ കാണുകയുണ്ടായി. അതേപോലെ സർപ്പങ്ങൾ, അനന്തനും അതേപോലെ സർപ്പരാജാക്കന്മാരും അവിടെ ഉപനിഷത്തുകൾ ചൊല്ലുന്നതായിട്ട് കേൾക്കുന്നു. പിന്നെ അതേപോലെ വളരെ പ്രധാനപ്പെട്ട വേറെ ചിലരെയും ശ്രീരാമചന്ദ്രൻ കാണുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മഹാകാലൻ, ചണ്ഡേശൻ, കാലാഗ്നിസ്വരൂപൻ തുടങ്ങിയവരെയും അതേപോലെ അനേകം കിന്നരന്മാരെയും അവരെല്ലാം രുദ്രസൂക്തങ്ങൾ ആലപിക്കുന്നതായിട്ടാണ് കാണുന്നത്. പിന്നെ ബ്രഹ്മാവിനെ കാണുന്നു. 4 മുഖമുള്ള ബ്രഹ്മാവിൻ്റെ 4 മുഖത്തു നിന്ന് 4 വേദങ്ങൾ, ഋഗ്വേദം, യജുർവേദം, അതേപോലെ സാമവേദം, അഥർവവേദം എന്നിങ്ങനെയുള്ള 4 വേദങ്ങൾ നിരന്തരം ആലപിക്കുന്നത് ശ്രീരാമചന്ദ്രൻ കേട്ടു. അങ്ങനെ 4 വേദങ്ങളും അവിടെ ബ്രഹ്മാവ് 4 മുഖത്തു നിന്ന് നിർഗമിച്ച് ഒഴുകുന്ന ആ ഗംഭീര മുഹൂർത്തം ശ്രീരാമചന്ദ്രൻ കണ്ടു. അങ്ങനെ എല്ലാ ദിവ്യാത്മാക്കളും രുദ്രസൂക്തങ്ങൾ ചൊല്ലുന്നത് കണ്ട്, ഈ വേദമന്ത്രങ്ങൾ ചൊല്ലുന്നത് കേട്ട് ശ്രീരാമചന്ദ്രൻ അത്യധികം സന്തോഷിച്ചു. അദ്ദേഹം
ആനന്ദ നിർവൃതി കൊണ്ട് പുളകിതഗാത്രനായിത്തീർന്നു. ഇതോടുകൂടി 4-ാം അധ്യായം, ശിവഗീതയിലെ 4-ാം അധ്യായം അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഓം ശിവായ നമഃ.